ഹലോ നമസ്കാരം. താരാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മത്തി വെച്ചിട്ടുള്ള കറികളുടെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. മത്തിക്കറിയും മത്തി ഫ്രൈയുമാണ് നമ്മളിന്നിവിടെ വീഡിയോ എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളുകളായി. ഈസ്റ്റർ കഴിഞ്ഞ് പിന്നെ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പോൾ മത്തി കിട്ടണത്. അപ്പോൾ ഇത് ചെറുതരം മത്തി തന്നെയാണ്. മത്തി വലുതാവുന്നില്ല എന്നുള്ളൊരു പരാതി ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതരം മത്തിയാണ്, പക്ഷേ ഒട്ടും ചീത്തായിട്ടൊന്നുമില്ല, കേടായിട്ടൊന്നുമില്ല, നല്ല ഫ്രഷായിട്ടുള്ള നല്ല മത്തിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യണത് കാണിക്കണത്. ന്യൂജൻ പിള്ളേർക്കൊക്കെ ഇത് അറിയാൻ പാടുണ്ടാവില്ല. അപ്പോൾ ഇതറിയാവുന്ന അമ്മമാരൊക്കെ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഈ മത്തിയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പൊടിയുപ്പ് ഇതിലിട്ടാണ് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണത്. 3-4 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടാണ് എടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ മത്തിയുടെ ഇവർ മരുന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഒക്കെ പോകാനും ഇതിൻ്റെ ഒരു മണം, മത്തിയുടെ ഒരു കുത്തണ ഒരു സ്മെല്ല് മാറിപ്പോകാനും നമ്മളിതിൽ വിനാഗിരി കുറച്ച് ഒഴിച്ചിട്ട് മത്തി കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൊട്ട മണമൊക്കെ മാറി അധികം മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് തേച്ച് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അപ്പം തന്നെ കഴുകിയെടുക്കണം. വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം വെക്കാനൊന്നും പാടില്ല. അപ്പോൾ ഈ മത്തിക്കുള്ള ഒരു പൊട്ടമണം മാറിക്കിട്ടുകയും ചെയ്യും, നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ മത്തി മാത്രമല്ല, ബാക്കി ഏത് മീനായാലും ഉപ്പിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വിനാഗിരി ഇട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ മാറി നല്ല ഫ്രഷായിട്ടിരിക്കും. അതുപോലെ ഞാൻ ചിക്കനൊക്കെ കഴുകുമ്പോഴായാലും കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകാറുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴുകി നീറ്റാക്കിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് ഞാൻ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തായാലും ഇടാൻ ആരും മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതും കൂടി ചേരുമ്പോൾ. എന്നിട്ട് അതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഫ്രൈ ചെയ്യാനുള്ള ഈ കൂട്ട് തയ്യാറാക്കുന്നതിലേക്കും ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പുളിരസവും ഉണ്ടാകും. നല്ല ഫ്രഷായിട്ട് നമ്മൾ മീൻ വറക്കുമ്പോൾ വേറെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിന് പകരം ഇങ്ങനെ വിനാഗിരി ചേർക്കണതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഈ മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മീനിൽ ചെറുതായാലും വലുതായാലും നമ്മൾ നന്നായിട്ട് വരയൊക്കെ ഇട്ടിട്ട് ഈ അരപ്പ് തേക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അരപ്പൊക്കെ കയറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്ത് മീനായാലും ഇങ്ങനെ വരയിട്ട് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ മീനിലൊക്കെ ചിലവർ ചെറിയ ചാളയിലൊക്കെ വരയൊന്നും ഇടാറില്ല, വെറുതെ പ്ലെയിനായിട്ട് തന്നെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരയൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ ഇങ്ങനെ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് വറക്കണ സമയത്ത് നമുക്കെടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾക്ക് വറ്റിക്കാനുള്ള മീനാണ്. ഞാനിതിക്ക് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പുളിയില്ലാതെയാണ് ഞാനിത് ചെയ്യണത്. കുടംപുളിയോ മാങ്ങയൊന്നും ചേർക്കാതെ തക്കാളിയുടെ പുളി മാത്രം വെച്ചിട്ടാണ് ഈ ചാള നമ്മൾ കറി വെച്ചെടുക്കണത്. അപ്പോൾ മൺചട്ടി തന്നെ ചെയ്യണം, വെളിച്ചെണ്ണ തന്നെ ഇത് ചെയ്യണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മൺചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊക്കെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചമുളക് കൂടുതൽ എടുത്തേക്കണം. അരണ്ട മുളക് പൊടി അധികം കൂടുതൽ എടുക്കണില്ല. പച്ചമുളകിന് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മതിയാകും. പിന്നെ മല്ലിപ്പൊടിയൊന്നും ഈ കറിയിൽ ചേർക്കാറേയില്ല. അപ്പോൾ ഇത് കുടംപുളി മാങ്ങയൊന്നും ചേർക്കണ്ട, ഈ തക്കാളിയുടെ പുളി മാത്രം മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ വിനാഗിരി ഒന്നും ചേർക്കാറില്ല കറിയിൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഈ ചെറിയ മത്തിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ചെറിയ മീനുകളാണ് ഇങ്ങനെ കറി വെക്കാൻ എപ്പോഴും നല്ലത്. കൊഴുവ, പിന്നെ പരല്, അങ്ങനത്തെയൊക്കെ മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഏറ്റവും ടേസ്റ്റ് ഇതിന് ചെറിയ മത്തി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഈ 2 വലിയ തക്കാളി എടുത്തിട്ട് അതും ചോപ്പ് ചെയ്തിട്ട്
ഈ അരപ്പൊക്കെ ഒന്ന് മുരിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പച്ചക്കുത്ത് നമ്മൾ കറി കൂട്ടുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ വെന്ത് എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഇതിൽ കൂടി ചേരണം, നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഉപ്പ് ഞാൻ ഇതിക്ക് മുമ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഒരഭ്യർത്ഥനയുള്ളൂ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കൊന്ന് കയറി പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും, വെള്ളം കൂടി പോകരുത്. ചാറൊക്കെ നല്ലോണം കുറുകിയിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പം ഇത് പിള്ളേർക്കും വലിയവർക്കും പ്രായമുള്ളവർക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഈ കറി. പിന്നെ നമുക്ക് രാത്രി ഡിന്നറിന് ഇപ്പോൾ ചപ്പാത്തിയോ ദോശയൊക്കെ കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ കൂട്ടാനും നല്ല അടിപൊളിയാണിത്. എല്ലാവരും ഇങ്ങനത്തെ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെറിയ മത്തി വെച്ചിട്ടാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് വന്നത്. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മീൻ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ചെറിയ മത്തിയായിരുന്നു, അധികം വേവൊന്നുമില്ല. ഒരു 5-8 മിനിറ്റ് നേരം ചെറുതിയിലിട്ടാൽ മതിയാകും. അപ്പോൾ നമുക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയായിരുന്നത്. അപ്പോൾ നമുക്ക് ചെറുതിയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റണവരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡിയാണ്. പിന്നെ നമുക്ക് മത്തി വറുത്തും കൂടി എടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ന് ലഞ്ചിനുള്ള സ്പെഷ്യൽ കറികൾ. മത്തി വറ്റിച്ചതും മത്തി വറുത്തതുമാണ്. അപ്പോൾ നമ്മൾ ഈ മത്തിയൊക്കെ വെട്ടി കഴുകിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊക്കെ നല്ല മണമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഹാൻഡ് വാഷൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഈ പേരയുടെ ഇല എടുത്തിട്ട് ഇങ്ങനെ കൈയുമ്പോൾ നന്നായിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈമലത്തെ മണമൊക്കെ മാറും. അപ്പോൾ ഏത് മീൻ്റെ ആയാലും മണം കൈമലത്തൊക്കെ മാറണമെങ്കിൽ പേരയുടെ ഇല എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കഴുകി എടുത്താൽ മതി. ആദ്യം ഹാൻഡ് വാഷിൽ കഴുകിയിട്ട് പിന്നെ പേരയില എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.